തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. വീണ്ടും അധികാരമുറപ്പിച്ചതോടെ രാജ്യത്ത് തന്നെ ചരിത്രമെഴുതി മധൂർ പഞ്ചായത്ത്. 46-ാം വർഷവും മധൂരിൽ ബി.ജെ.പി. വിജയത്തിന്റെ കാവിക്കൊടി പാറിച്ചിരിക്കുകയാണ്. 15 വാർഡുകളിലാണ് ഇത്തവണ ബി.ജെ.പി. വിജയിച്ചത്. UDF 9 വാർഡുകളിൽ വിജയിച്ചപ്പോൾ LDFന് ഒരു വാർഡിലും വിജയിക്കുവാനായി സാധിച്ചില്ല. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. രാജ്യത്ത് തന്നെ ഒരേ ഒരു പാർട്ടി ദീർഘകാലം ഭരണസാരഥ്യം ഏറ്റെടുത്തതെന്ന ചരിത്രം എഴുതിക്കുറിച്ച് പ്രശസ്തിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് കാസർഗോട്ടെ മധൂർ പഞ്ചായത്ത്. 46-ാം വർഷവും പഞ്ചായത്തിൽ ബി.ജെ.പി. വിജയത്തിന്റെ കാവിക്കൊടി പാറിച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് രൂപീകരിച്ചതു മുതൽ 50 വർഷം ഭരണം നിലനിർത്തുന്ന അപൂർവ നേട്ടമാണ് മധൂരിനെ തേടിയെത്തിയിരിക്കുന്നത്. ആകെ 24 വാർഡിൽ 15 സീറ്റും ബി.ജെ.പി. നേടി. UDF 9 വാർഡുകളിൽ വിജയക്കൊടി പാറിച്ചപ്പോൾ LDFന് സീറ്റൊന്നും നേടുവാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ ഇടത് വലത് ശക്തികൾ പഞ്ചായത്തുകൾ പിടിച്ചടക്കുമ്പോഴും ബി.ജെ.പിയുടെ ഈറ്റില്ലമായ മധൂർ ഇളകാതെ നിൽക്കുന്നത് ശ്രദ്ധ നേടിയിരുന്നു. ഇത്തവണ മധൂർ പിടിച്ചെടുക്കാമെന്നായിരുന്നു ഇടത് വലത് മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ. എന്നാൽ കണക്കുകൾ അമ്പെ പരാജയപ്പെട്ടു. രൂപീകരണം മുതൽ ബി.ജെ.പിക്കൊപ്പം നിന്ന പഞ്ചായത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 13 അംഗങ്ങളാണ് ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നത്. ഇത്തവണ 2 സീറ്റുകൾ കൂടി പിടിച്ചെടുത്താണ് ബി.ജെ.പി. മികവ് തെളിയിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളിൽ വിജയിച്ച LDFന് ഇത്തവണ സംപൂജ്യരാകേണ്ടി വന്നു. 3 സീറ്റുകളിൽ വിജയിച്ച UDF ഇത്തവണ 9 സീറ്റുകളിൽ വിജയിച്ചു. വാർഡുകളുടെ എണ്ണം 20-ൽ നിന്നും 24-ആയി ഉയർന്നിരുന്നു. കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ മാറി മാറി പഞ്ചായത്തുകൾ പിടിച്ചടക്കുമ്പോഴും മധൂർ മാത്രം ഇളകാറില്ല. ഈ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ കൂടി അധികമായി സ്വന്തമാക്കിയാണ് മധൂർ ചരിത്രത്തിലേക്ക് നടന്നു കയറിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.